ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് ഡി ഗോപാലകൃഷ്ണൻ, ഇന്ന് ഇവിടെ സന്നിഹിതരായിരിക്കുന്ന NDAയുടെ സഹപ്രവർത്തകരെ, പ്രിയ നാട്ടുകാരെ, നമ്മൾ കേരളത്തിൽ ഇന്ന് എവിടെ യാത്ര ചെയ്ത് കഴിഞ്ഞാലും കാണുന്ന ഒരു പരസ്യ ബോർഡുണ്ട്. പിണറായി വിജയനില്ലാതെ വേറെ ആരുണ്ട് ഇവിടെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനെന്നുള്ളത്. അതുപോലെ കോൺഗ്രസും അതുപോലെ തന്നെയുള്ള ഞങ്ങളെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഞങ്ങളിവിടെ വലിയ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും, വലിയ കാര്യങ്ങൾ ചെയ്യുമെന്നുള്ള ബോർഡുകളും നമുക്ക് കാണാൻ പറ്റും. കഴിഞ്ഞ ദിവസം ഒരു സോഷ്യൽ മീഡിയയിലെ ഒരു പോസ്റ്റ് ഞാൻ കണ്ടു. കേരളമാണ് നമ്പർ 1. അതായത് കഴിഞ്ഞ വർഷം കുറെ വർഷങ്ങളായിട്ട് പതിറ്റാണ്ടുകളായിട്ട് LDFും UDFും മാറി മാറി ഭരിച്ചപ്പോൾ കേരളം നമ്പർ 1 ആയി. അതായത് LDFന്റെയും UDFന്റെയും കഴിവുകൊണ്ടാണ് നമ്പർ 1 ആയത്. ഇതുപോലെ ഇന്ത്യയിൽ ഇത്രയും നല്ല വേറെ ഒരു സ്ഥലം പോലും ഇല്ല എന്നുള്ളൊരു പോസ്റ്റ് കണ്ടു. അപ്പോൾ തിരിച്ച് ഞാനതിനൊരു മറുപടി കൊടുത്തു. ഞാൻ കഴിഞ്ഞ മാസം മധ്യപ്രദേശിലെ ഇൻഡോർ എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയി. അവിടെ ഒരു ചപ്പൻ മാർക്കറ്റ് എന്ന് പറയുന്ന ഒരു മാർക്കറ്റുണ്ട്. ഈ മനുഷ്യർക്ക് ഒന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കിയൊരു മാർക്കറ്റാണ്. നിങ്ങൾക്ക് ഗൂഗിൾ സെർച്ച് കഴിഞ്ഞാൽ കാണാൻ പറ്റും ചപ്പൻ മാർക്കറ്റ് ഇൻഡോറിലുള്ളത്. അതിനുശേഷം ഇൻഡോറിൽ ഞാൻ ഉജ്ജയിന് പോയി. ഏകദേശം 10-65 കിലോമീറ്ററുള്ളതാണ്. അപ്പോൾ അവിടെ രണ്ട് സൈഡും വളരെ വളരെ ഭംഗിയോടുകൂടി കൃഷി ചെയ്തിരിക്കുന്നു. നല്ല കാണുമ്പോൾ തന്നെ നമുക്ക് സന്തോഷം തോന്നാത്ത കൃഷി ഇങ്ങനെ സമൃദ്ധമായിട്ട് ചെയ്തിരിക്കുന്നു. അതിനുശേഷം ഉജ്ജയിനിലെത്തുമ്പോൾ ആ അമ്പലത്തിന്റെ ആ പ്രദേശങ്ങൾ എത്രയോ വികസിച്ചിരിക്കുന്നുവെന്ന് അവിടെ ചെല്ലുമ്പോൾ മനസ്സിലാവും. അപ്പൊ ഞാൻ പറഞ്ഞത്, തൃശ്ശൂരിൽ നിന്ന് ഗുരുവായൂരേക്ക് നമുക്ക് വരുമ്പോൾ നമ്മൾ എന്താണ് കാണുന്നത്? അതുപോലെ ഇൻഡോറിൽ നിന്ന് ഉജ്ജയിനിലേക്ക് പോകുന്നത് പോലെ എന്തെങ്കിലും കാണാനുണ്ടോ? അതുപോലെ ഗുരുവായൂർ വന്നു കഴിഞ്ഞാൽ ഇത്രയും വർഷമായിട്ടും ഉജ്ജയിൻ ആ അമ്പലത്തിന്റെ ചുറ്റുപാടും ചെയ്തിരിക്കുന്നത് പോലെ എന്തെങ്കിലും ഒരു വികസന പ്രവർത്തനം ഈ ഗുരുവായൂർ ഇത്രയും കാലമായിട്ടുണ്ടായിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഇല്ല. കാരണം ഉജ്ജയിൻ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം അവിടെ എന്താ ചെയ്തിരിക്കുന്നത്. അത് ഇത് ഗുരുവായൂർ പോലെയുള്ള ഒരു അമ്പലമാണ്. കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധമായ അമ്പലങ്ങളിലൊന്നാണ് ഗുരുവായൂർ. പക്ഷെ ഇവിടെ എന്തുകൊണ്ട് നമ്മൾ ഇത്രയും കാലം ഒന്നും ചെയ്തിട്ടില്ല? അതിന്റെ കാരണം ഗോപാലകൃഷ്ണൻ ഇവിടെ ഒരു ബോർഡായിട്ട് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഗുരുവായൂരിനെ ഇത്രയും ഒരു എന്താ പറയുക, ഇത്ര മതി എന്നുള്ളൊരു ചിന്ത എന്തുകൊണ്ട് ഇവിടുത്തെ ജനപ്രതിനിധികൾക്ക് അങ്ങനെ ചിന്തിച്ചു എന്നുള്ളതിന്റെ ഉത്തരം ഗോപാലകൃഷ്ണൻ ഇവിടെ ബോർഡായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനൊരു മാറ്റം വന്നേ പറ്റൂ. തീർച്ചയായിട്ടും ഒരു മാറ്റം വരണം. അത് ഗോപാലകൃഷ്ണനിൽ കൂടി അത് ഗുരുവായൂരിന്റെ വികസനം സാധ്യമാകുമെന്ന് തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും ഉറപ്പിക്കാം. ഗോപാലകൃഷ്ണന് എല്ലാവിധ വിജയാശംസകളും നേരുന്നു. നിങ്ങൾ നാട്ടുകാര് ഈ ഉജ്ജയിൻ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഗൂഗിളിൽ പോയി കാണാൻ പറ്റില്ല, അവിടെ ചെന്നവർക്ക് അറിയാൻ പറ്റും. അതിനേക്കാളും ഭംഗിയായിട്ട് ഈ ഗുരുവായൂരിനെ നമുക്ക് വികസിപ്പിക്കേണ്ടതുണ്ട്. കൂടുതൽ ആളുകൾ ഇങ്ങോട്ട് വരും. അപ്പോൾ ആളുകൾ വരുമ്പോഴാണ് ഇവിടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയും അല്ലെങ്കിൽ ടാക്സി പിടിച്ചും ഓട്ടോറിക്ഷ പിടിച്ചും ഒക്കെ നാട്ടുകാർക്ക് കുറേയധികം ജോലികൾ കിട്ടും. കൂടുതൽ ആളുകൾ ഇവിടെ വന്ന് ഭഗവാനെ കാണാൻ വേണ്ടി വരുന്നത് ആ ഒരു കാര്യത്തിൽ കൂടി ഈ നാടിന് മൊത്തം വികസനമുണ്ടാകും. അതിന് ഇപ്പോൾ ഉള്ളതുപോലെ അല്ല, ഇത്രയും കാലം എങ്ങനെയാണ് ഗുരുവായൂർ ഉണ്ടായിരുന്നത്? ഗുരുവായൂർ ഇവിടുത്തെ കുടിവെള്ളത്തിന്റെ പ്രശ്നങ്ങളും ഇവിടുത്തെ ശുചിത്വത്തിന്റെ പ്രശ്നങ്ങളൊക്കെ ഗോപാലകൃഷ്ണൻ എല്ലായിടത്തും ഉന്നയിക്കുന്നുണ്ട്. അത് മാത്രമല്ല, ഒരു ഗ്രാൻഡായിട്ടുള്ള വികസനം, വലിയൊരു വികസനമാണ് ഇവിടെ വരേണ്ടത്. ഉജ്ജയിൻ ഒരു മോഡലാണ്. BJP ഗവൺമെന്റ് കൊണ്ടുവന്ന ആ വികസനം അവിടെ നമുക്ക് ഇന്ത്യയിൽ മോഡലുണ്ട്. അത് അതുപോലെ നമുക്കിവിടെ കൊണ്ടുവരാൻ പറ്റും. അതിന് BJP ഇവിടെ തീർച്ചയായിട്ടും വരണം. അതിന് ഗോപാലകൃഷ്ണൻ അതിനുള്ള പ്ലാനും പദ്ധതിയും ഉണ്ട്. അത് നടപ്പാക്കാൻ വേണ്ടി തീർച്ചയായിട്ടും അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ ആയിരിക്കണം ഇവിടുത്തെ സ്ഥാനാർത്ഥി. നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹവും നിങ്ങളുടെ സപ്പോർട്ടും ഞാൻ പ്രതീക്ഷിക്കുന്നു. ഗോപാലകൃഷ്ണൻ ഒരിക്കൽ കൂടി വിജയാശംസകൾ നേരുന്നു.